ഇന്നൊരു സ്ഥലം വരെ നമ്മൾ പോവുക. എവിടെയാ എന്താന്നൊക്കെ അമ്മ പറഞ്ഞുതരുവേ. നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. ഈ സാരിയുടെ കൂടെ വൈറ്റ് ബ്ലൗസ് ആണോ ചേരണേ അതെയോ വയലറ്റ് ബ്ലൗസ് ആണോ ചേരണേ? എല്ലാവരും സൂക്ഷിച്ചിറങ്ങണം, ക്യാമറ പിടിച്ചോണ്ട് നടക്കരുത്. എന്റെ ഇടവകപ്പള്ളിയില് എന്റെ നാട്ടിലേക്ക് പോവാണ്. അതാണ് അമ്മ ബുദ്ധിപരമായ ഹോള് ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കേട്ടോ എടുക്കാവുള്ളൂ. ഓരോ ഇപ്പൊ 12 വർഷമായി. 27 ഇച്ചാച്ചൻ വന്ന് പോയി. ഇച്ചാച്ചൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. 77 ഇച്ചാച്ചൻ അവധിക്ക് വന്നിട്ട് അവധി കഴിഞ്ഞ് ഇച്ചാച്ചൻ പോണ സമയത്ത് ഞാൻ അതിന്റെ ഇടയിൽ സ്വന്തം മോളൂട്ടിന്ന് എഴുതും. അവിടെ മിറ്റം ഒരു 10 കൊട്ടക്കരിയിലും. ആണോ? 10 കൊട്ടക്കരിയില. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കൊട എങ്ങണ്ട് പോയി കാറിൽ നിന്ന് 2 കൊട എടുത്തോണ്ട് വന്നാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ചൂടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ചോദിക്കുമ്പോൾ തന്നെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കണ്ണിനും ഒരുപോലെ മനസ്സിനും കുളിരണിയിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വരാൻ പോകുന്നത്. കാരണം ഇന്നത്തെ വീഡിയോയിൽ മഴയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നല്ലേ മഴ പെയ്യണമെന്ന്. കാരണം ചുറ്റും ചൂട് അത്രയ്ക്കുണ്ടല്ലോ. നല്ല ചൂടായിട്ട് ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ തെളിയുന്നത് എന്ത് ചൂടാണല്ലേ. സോ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിലും ഒരു മഴക്കാലം വിരുന്നെത്തട്ടെ. റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ യാത്ര എൻ്റെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ ഡിസംബർ സമയത്ത് പോയതാണ്. പക്ഷേ ആ സമയം ഈ വീഡിയോ ഇടാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. കാരണം ക്രിസ്മസ് സീരീസൊക്കെ നടക്കുമായിരുന്നല്ലോ. സോ ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് ഇടാനായിട്ട് നല്ലൊരു റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കില്ല അന്തരീക്ഷമൊക്കെ. അപ്പോൾ വീഡിയോയിലൂടെ മഴ കാണുന്നത് തന്നെ നമുക്കൊരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കണ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താന്ന് പറയാം കേട്ടോ. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. സമയം ഇപ്പോൾ ഓൾറെഡി 8:30 കഴിഞ്ഞിട്ടുണ്ട്. വേഗം പോവാട്ടോ. നമുക്ക് പോകേണ്ട സമയം. ഇന്നൊരു സ്ഥലം വരെ നമ്മൾ പോവുക. എവിടെയാ എന്താന്നൊക്കെ അമ്മ പറഞ്ഞുതരുവേ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ യാത്ര പുറപ്പെടുവാണ് പള്ളിയിലേക്കാട്ടോ. എൻ്റെ പേഴ്സൊക്കെ എടുക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങളാ. നല്ല മഴയുള്ള ദിവസമാണ്. അപ്രതീക്ഷിതമായി മഴയും കാറ്റും. ഇന്ന് ഡിസംബർ 1 തീയതി കേട്ടോ. നല്ല കാറ്റും മഴയാ. എല്ലാവരും സൂക്ഷിച്ചിറങ്ങണം, ക്യാമറ പിടിച്ചോണ്ട് നടക്കരുത്. ഡിസംബർ 1 ഡിസംബർ 1 പല വർഷങ്ങളിലായിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. ഡിസംബർ 1 ഇരിങ്ങാലക്കുടയിലെ ചാച്ചൻ, ഡിസംബർ 1 പറവൂര സാജു ചാച്ചൻ, ഡിസംബർ 14 ഇരിങ്ങാലക്കുടയിലെ ജയിൻ, പിന്നെ ഡിസംബർ 7 എൻ്റെ കൊച്ചപ്പൻ. അപ്പം ഇന്ന് ഞങ്ങൾ പോണത് ഡിസംബർ 7 എൻ്റെ കൊച്ചപ്പൻ്റെ ആണ്ട് കുർബാനയ്ക്കാണ് എൻ്റെ ഇടവകപ്പള്ളിയിൽ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബാക്കിയുള്ള ഡിസംബർ 1 സാജു ചാച്ചൻ്റെ ഉണ്ട്. ഇരിങ്ങാലക്കുടയിലെ ചാച്ചൻ്റെ ഡിസംബർ 21 ചെല്ലിക്കണം, ജെയിൻ ചേച്ചിയും കൂടെ ചേർത്ത്. അപ്പം അന്നേരം അതിന് പോകുമ്പോൾ നിങ്ങളെ കാണിക്കാതെ. അപ്പം ഇന്ന് നമുക്ക് ഇനി പുറപ്പെടാം. ഈ സാരിയുടെ കൂടെ വൈറ്റ് ബ്ലൗസ് ആണോ ചേരണേ അതെയോ വയലറ്റ് ബ്ലൗസ് ആണോ ചേരണേന്ന് നിങ്ങൾ തന്നെ പറയാട്ടോ. എന്റെ നിർബന്ധത്തിന് ഞാനൊരു വൈറ്റ് ഞാൻ എടുത്തങ്ങ് തയ്പ്പിച്ചു. പക്ഷെ വൈറ്റ് ഇടുമ്പോ കംപ്ലീറ്റ് വൈറ്റിലേക്ക് അട്രാക്ഷൻ പോണ് പെയിലായി പോയി. അപ്പൊ ഇതിന് വയലറ്റ് തന്നെയാ നല്ലത്. വൈറ്റ് ആന്നോർത്ത. പിന്നെ പള്ളിയല്ലേ, അപ്പൊ പിന്നെ പെയിലായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പൊ പള്ളിയിൽ പോകുമ്പോൾ മാത്രം മിക്കവാറും വൈറ്റ് ഇടുള്ളൂ ഇതിന്. അപ്പൊ നമുക്ക് പോകാം. വണ്ടിയൊക്കെ എറിക്കും. മഴ പൊടിയണു. ആകെ രാത്രി മുഴുവൻ ഇറിച്ചിലടിച്ച് വെള്ളം വീണതാട്ടോ. അടിച്ചു. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവും ബാ പോയി വന്നിട്ട് ബാക്കി. അമ്മേനൂടെ ലൈനിങ് ഇട്ടായിരുന്നോ? ഈ ഹക്കോബയ്ക്ക് ലൈനിങ് വേണ്ട. എന്താന്ന് വെച്ചാൽ ഹോളില്ല. ഹോളുള്ള ഹക്കോബയ്ക്ക് ലൈനിങ് വേണ്ട. ഓ, ഇതിന് ഹോളില്ലല്ലേ? ഹോളില്ല. അതെ, അതാണ് അമ്മ ബുദ്ധിപരമായ ഹോള് ഇല്ലാത്തത് വേണമെന്ന് പറഞ്ഞു. ബ്ലാക്കും വൈറ്റ് വി ജോസഫേട്ടന്റെ കടയിലാ. ഗ്രീനിന് ലൈനിങ് ഉണ്ട്, ഹോളുള്ളത് കൊണ്ട്. ഓക്കെ, പോകാം. വണ്ടി എടുത്തു. അപ്പയാട്ടോ വണ്ടി എടുത്തേക്കണത്. വളരെ ശ്രദ്ധിക്കണോട്ടോ. ഇറങ്ങണ്ട.
ഷോൾ അതിനകത്തില്ലേ? അത് എടുത്തോ അതിന്ന്. കാറേല് ഞാൻ ഇട്ടിരുന്നതാ. ഞാൻ പറഞ്ഞ കേട്ടപ്പോ എടുക്കാവുള്ളൂ. ഓരോ സൂചി ഇതിന് വെക്കോ കൊടയും. നീ പോവാം, നീ എടുത്തോ. പുറകിലിരിക്കുന്ന കൊടയും എടുത്തു അത് തരാം. അവിടെ ചെല്ലുമ്പത്തേനും മറിഞ്ഞു കിടന്നുണ്ടോ? ഞാൻ ബാഗിന് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മഴ കാരണം. പക്ഷേ ഓഫീസ് ബാഗിന് വേറെ റെയിൻകോട്ട് ഉണ്ടല്ലോ അല്ലേ? എല്ലാത്തിനും റെയിൻകോട്ട് വേണം, അല്ലെങ്കിൽ മഴ പെയ്ത് കുട ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഇല്ലേ, മതി. വളഞ്ഞാലും രണ്ട് കൂടെ ഇതുകൂടെ എന്നാ പോകാം. അപ്പൊ ഞങ്ങള് തുരുത്തിക്കരയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. പാടത്ത് കൃഷി ഇറക്കിയത് കഴിഞ്ഞു പോയി. ഇവിടെ പിടിക്കാൻ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല അല്ലേ? ഇനി വരുമ്പോ 2012 എന്റെ കൊച്ചപ്പം മരിക്കണ കേട്ടോ. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ 12 വർഷമായി. 12 വർഷമായി. ഇനിയും കാലങ്ങൾ കടന്നു പോകും. അതെ അതെ അതെ. എത്ര പെട്ടെന്നല്ലേ 12 വർഷമൊക്കെ ആയത്. ഒരുപാട് മെമ്മറി ചാച്ചിനെ പറ്റി ഉണ്ട്. ജോലിയിലിരുന്ന ആളായതുകൊണ്ടേ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ വെക്കേഷനൊക്കെ വരണത് കാശ്മീരിൽ നിന്നൊക്കെ വരുമ്പോ കാശ്മീർ ആപ്പിള്. അമ്മ അത് സ്ഥിരം പറയാറുണ്ട്. കാശ്മീർ ആപ്പിള് കൊണ്ടുവന്നത് എന്റെ ഭാഷയെ പറഞ്ഞ ഇങ്ങനെ തടി കൊണ്ട് ആണിയടിച്ച ഒരുതരം ടിന്നെന്ന് പറയാൻ പറ്റില്ല, ബോക്സാണ്. ഞങ്ങൾ അതിന് പറഞ്ഞത് വീഞ്ഞപ്പെട്ടി. അതായത് ഞങ്ങളുടെ ഭാഷ പറഞ്ഞതാട്ടോ അത്. അങ്ങനെയുള്ള പെട്ടിക്കകത്ത് ഈ വൈക്കോല് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് അതിലാണ് സ്റ്റോർ ചെയ്തത് കൊണ്ടുപോകാൻ. കാശ്മീർ ആപ്പിള് ഭയങ്കര മധുരം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒന്ന്. പിന്നെ നാഗപ്പൂർ ഇരുന്നപ്പോ കൊണ്ടുവരുന്നത് നാഗപ്പൂർ ഓറഞ്ച്. അത് ഇഷ്ടം പോലെ. എന്നായിരുന്നു അന്നൊക്കെ വളരെ അപൂർവമല്ലേ നാട്ടിൽ ഇതൊക്കെ കിട്ടുമെങ്കിലും ഞങ്ങളുടെയൊക്കെ വീടുകളിലും ഒക്കെ കൃഷിവല ഇതാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള മേടിക്കലൊന്നും ഇല്ല. വീട്ടിലെ സാധനങ്ങൾ വാഴപ്പഴം ഉണ്ടാവും, ഏത്തപ്പഴം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കഴിക്കലാണല്ലോ. പിന്നെ ഈ വീട്ടിലെ പലഹാരങ്ങളാണല്ലോ അവലെ ഒക്കെ ഉണ്ടാക്കി കഴിക്കൽ. ഇങ്ങനെ മേടിക്കൽ കഴിക്കൽ വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. പിന്നെ വേറെ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ആഘോഷമാണ്. 2 മാസം എല്ലാവരും കൂടി ഇണങ്ങിയും ബന്ധുമിത്രാദികളൊക്കെ വീട്ടിൽ വരും. അങ്ങനെയൊക്കെയുള്ള വളരെ സന്തോഷകരമായ ഇതാണ്. ഒരു വർഷം 77 ചാച്ചൻ അവധിക്ക് വന്ന് പോയി നാഗപ്പൂരി ഇരുന്നപ്പോഴാട്ടോ. അവധിക്ക് വന്നിച്ച് അവധി കഴിഞ്ഞ് ചാച്ചൻ പോണ സമയത്ത് വീട്ടിൽ നിന്ന് പൊതിച്ചോറുണ്ടാക്കി. പൊതിച്ചോറെന്നല്ല അതിന് പറഞ്ഞ ചോറ് ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുത്തുവിടും. അന്ന് പൊതിച്ചോറെന്നുള്ള പേരൊന്നും അതിനില്ല കേട്ടോ. ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അത് എൻ്റെ അമ്മയാണത് ശരിയാക്കി കൊടുക്കണത്. അത് കൊടുത്ത് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ വൈകിട്ട് ഏതോ ട്രെയിനിനാണ് ചാച്ചൻ പോണത്. അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ആ പൊതിച്ചോറൊക്കെ ഉണ്ട്. അങ്ങനെ 1-2 ദിവസം കൊണ്ടായിരിക്കും അവിടെയൊക്കെ ചെല്ലണത്. അപ്പോൾ ഒരു 77 ചാച്ചൻ വന്ന് പോയി. ചാച്ചൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. ആ പ്രാവശ്യം വരുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ മേലായികളൊക്കെ ഉണ്ടായിരുന്ന. ചാച്ചൻ എപ്പോഴും അത് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം പറയും. ചെടിക്കാര് ഞാൻ അവിടെ ക്വാർട്ടേഴ്സിൽ ചെന്ന് കയറുമ്പോൾ, ചാച്ചൻ്റെ താമസിക്കുന്ന അവിടെ ചെന്ന് കയറുമ്പോൾ ഈ ടെലഗ്രാം അവിടെ വന്ന് കിടപ്പുണ്ടെന്ന്, അമ്മ മരിച്ചു എന്നുള്ള. ഇപ്പം തിരിച്ച് ടെലഗ്രാം തന്നെയായിരിക്കും. അന്ന് ഈ മൊബൈൽ മോർച്ചറി കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള സൂക്ഷിപ്പ് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പം അമ്മ 30-ാം തീയതി മരിച്ചു, 31-ാം തീയതി ശവം അടക്കി. ചാച്ചൻ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഏതാണ്ട് തിരിച്ചു വന്നു. ആ പെട്ടികൾ ഒരു പെട്ടിയും തുറക്കാതെ അവിടെ ചെന്ന് ടെലഗ്രാം കണ്ട് മറുപടി ഒന്നും അയച്ചില്ലായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. തിരിച്ച് അടുത്ത ട്രെയിനിനാണോ എങ്ങനെയാണോ വന്നു. 2-ാം തീയതി 3-ാം തീയതി കണ്ടായപ്പോൾ വീട്ടിൽ വന്നു. അപ്പം പറഞ്ഞു ചെടിക്കാർ തന്നുവിട്ട് അവലോസ് പൊടി, പിന്നെ ചെടിക്കാർ തന്നുവിട്ട ഉണ്ട, പിന്നെ ഏതാണ്ട് അരച്ചപ്പം, അങ്ങനെ ഏതോ ഒരു കൂട്ടം കേട്ടോ. അത്രയും അല്ല കാവർത്ത്, അങ്ങനെ ഏതാണ്ട് അത്രയും സാധനങ്ങളെല്ലാം ആ പെട്ടിയിൽ ഇരിക്കുവാണ്. പെട്ടി തുറക്കാതെയാണ് അടുത്ത ഇതിന് കയറി പോകുന്നത്. പിന്നെ ഇച്ചാച്ചനിൽ ഒരുപാട് മെമ്മറികളുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ജോലിയിൽ ഇരിക്കുന്നവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ കുറവല്ലേ. അങ്ങനെയുള്ളവർ വരുമ്പോ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കും. അതെ. അപ്പൊ ഈ എഴുത്തുമാർക്കാണല്ലോ അന്നിങ്ങനെ. അപ്പൊ ഈ അപ്പച്ചൻ എഴുത്ത് എഴുതുമ്പോ അതിന്റെ അടിയിൽ എന്തെങ്കിലും 2 പേര് ഞാനും എഴുതി വിടുവായിരുന്നു.
വരി എഴുതി. എന്നിട്ട് ഞാൻ അടിയില് ഞാൻ അതിന് സമർത്ഥയാ. ഞാൻ അതിന്റെ അടിയില് സ്വന്തം മോളൂട്ടിന്ന് എഴുതും. അതൊക്കെ ഒരു ഓർമ്മകൾ. അല്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതൊക്കെ പറയാറുണ്ട്. നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. പിന്നെ റിട്ടയർ ചെയ്ത് വന്ന വർഷം ഒരു ജനുവരിയിൽ ഇച്ചാച്ചൻ വരണു. ആ മെയ്യിൽ എൻ്റെ കല്യാണം. അങ്ങനെയായിരുന്നു. ബാച്ചിലറായിരുന്നു കേട്ടോ. ആരക്കുന്നത്തോടെ നമ്മൾ പാസ് ചെയ്യുവാണ്. ആരക്കുന്നത്തുള്ളവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കില്ല, കൈ പൊക്കുക. അതൊക്കെ ഉണ്ടാവുമായിരിക്കും, കാണും എന്ന് വിചാരിക്കാം. ഇതൊരു പാലയാട്ടോ. പാലയല്ലേ ഇത്? അല്ല, പാലയല്ല, ആൽമരം. അത് കുഞ്ഞാൽമരം, തൈ ആൽമരം. അങ്ങനെ ഞങ്ങൾ അവിടെ പള്ളിയിൽ എത്തിയിട്ടോ. പള്ളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മഴ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കുടയൊക്കെ കയ്യിലെടുത്തു, കാരണം മഴ പെയ്യാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ അപ്പം പറയണ്ടായിരുന്നു അന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ വേഗം വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുക അപ്പനെ നോക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പള്ളിയിൽ കഴിഞ്ഞിട്ട് സാധാരണ സിമിട്രിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടേ. പക്ഷേ പള്ളിയിൽ കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴ അങ്ങ് തുടങ്ങിയെന്നേ. ഒന്നിനും പറ്റാതെ കുറേ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. കുട ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു അമ്മ വേഗം സിമെട്രിയിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഇപ്പം ഈ മഴയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു സുഖമാണ്. ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അമ്മേനെ നോക്കിയിട്ട് നിൽക്കുക. വെയിറ്റ് ചെയ്യുന്നിട്ടും കാര്യമില്ല, മഴയൊന്നും തോരാതെ നമുക്ക് നീങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ അതേ മഴയുടെ ആ ഒരു ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അതിൽ കൂടെ ഓടാനും പറ്റില്ല, എങ്ങാനും തെന്നി കഴിഞ്ഞാൽ വീഴുകയും ചെയ്യേ. അപ്പോൾ അതുകൊണ്ട് അമ്മ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു പതുക്കെ വന്നാൽ മതി, തിരക്കൊന്നും ഇല്ല എന്ന് പറയുമായിരുന്നു. ഒരു കുടയും കൊണ്ട് പോയി കാറിൽ നിന്ന് 2 കുട എടുത്തുകൊണ്ട് വന്നാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ചൂടാൻ പറ്റുള്ളൂ. ഞാനെന്നെ പോയി എടുത്തുകൊണ്ട് വരാം, അപ്പോഴത്തെ താക്കോലും മേടിക്കാം. അതേ നടക്കുള്ളൂ. ഞാൻ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. എന്നാൽ അപ്പോഴത്തെ താക്കോലും മേടിച്ച് പോകണ്ട. പിന്നെ മഴ കാരണം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം അതൊരു ഉപകാരമായി. കാരണം എല്ലാവരുമായിട്ടും വർത്താനം പറയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. മഴയില്ലാത്ത സമയത്ത് എനിക്ക് മഴ ചിത്രങ്ങൾ എടുക്കാൻ ഭയങ്കര കൊതിയാട്ടോ. പക്ഷെ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ലെൻസിലേക്ക് വെള്ളം വീണ് കേടാവോന്ന് ഓർത്തിട്ട്. നല്ല പേരും മഴ അല്ലേ. പള്ളി കഴിഞ്ഞ് ഞങ്ങൾ തിരിക്കുക. എന്നാ മഴയല്ലേ, രാത്രിയൊക്കെ കാറ്റായിരുന്നു എന്നാ കേട്ടത്. ഞാനൊന്നും അറിഞ്ഞില്ല. നമ്മുടെ മിറ്റം ഒരു 10 കൊട്ടക്കരിയിലും. ആണോ? 10 കൊട്ടക്കരിയില. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. 2 മണിക്കല്ലേ, പിന്നെ എങ്ങനെ അറിയാനോ? അതെ പറഞ്ഞിട്ട് കഴിയില്ല. ഏതാ വീഡിയോ? നവംബർ അല്ല ഡിസംബർ 1 അല്ലേ? നഷ്ടം ഡിസംബർ 1 കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞു. പൊരിഞ്ഞ മഴയാ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് മഴ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും അവിടെ പല വിധത്തിലുള്ള പൂച്ചെടികളുണ്ടാവും, ഇലച്ചെടികളുണ്ടാവും. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന ചെടികളായിരിക്കില്ല. എപ്പോഴും പുതുമയുള്ള എന്തെങ്കിലും ഒരു പൂച്ചെടി അവിടെ ഉണ്ടാവും കേട്ടോ. അതെ, അത്തരത്തിൽ പുതുമയുള്ള ഒരു ചെടിയാണ് ദേ ആ സമയത്ത് ഞാൻ കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ചെടി. അതുപോലെ തന്നെ
വീടിനകത്തും പുറമേ ഉള്ളതുപോലെ തന്നെ വീടിനകത്തും നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവർ വേസസ് ഉണ്ടായിരുന്നു. ഇത് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡിലൊക്കെ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ അകത്ത് നമ്മൾ ഫ്ലവർ വേസിൽ ഫ്ലവർ വെക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണല്ലേ. നമുക്കൊരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നതാണ്, അത് ശരിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വേഗം തന്നെ നമ്മുടെ ഹൈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. ഇതെല്ലാം വിഭവസമൃദ്ധമായിരുന്നു കേട്ടോ. പൊറോട്ട, ഗ്രീൻ പീസ് കറി, അപ്പുറത്ത് അപ്പം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കനുണ്ട്, അപ്പമൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ പഴം പുഴുങ്ങിയത്, ക്യാരറ്റൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് മുമ്പ് കണ്ടില്ല, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ ബ്രദറും ഫാമിലിയാണ്, അമ്മ, അച്ഛൻ, അമ്മായി, പിന്നെ അമ്മയുടെ ബ്രദറിൻ്റെ മകൻ ഋതിക്ക്, പിന്നെ റിങ്കുവിനെ ഫാമിലിനെ ഈ അവസരത്തിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം അമ്മായിയുടെ വക ഹൈ ബ്രേക്ക്ഫാസ്റ്റും. ഞാനെടുത്തത് എനിക്ക് തോന്നുന്നു പെറോട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പെറോട്ട ഇഷ്ടമായത് കാരണം ഞാൻ എപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലും അത് എടുക്കും. അപ്പവും ചിക്കനുമാണ് അപ്പം എടുത്തത്, അമ്മയും അത് തന്നെയാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണ് ഡിഫറെൻ്റായിട്ട് പൊറോട്ട എടുത്തത്. പിന്നെ ആ സാലഡ് അമ്മായിയുടെ ഒരു സ്പെഷ്യൽ സാലഡാണ്, ഭയങ്കര വെറൈറ്റി. അതുപോലെ ഈ ചായക്കപ്പ് കണ്ടോ, ഞാൻ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പറയും എന്താണെന്നറിയോ, ഈ കപ്പ് കണ്ടാൽ തന്നെ കാപ്പി കുടിക്കാൻ തോന്നുന്നത്. ശരിയല്ലേ, ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന കപ്പാട്ടോ, നല്ല ഡിസൈൻ, അതിൻ്റെ ഷേപ്പും മണം വളരെ ഹൃദ്യമായി, നല്ല നല്ല സ്മെൽ. അത് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ പറയണ കറി പോലെ തന്നെ അല്ലേ എടി? ഇത് ഇച്ചിരി അമ്മായി കുറുകിയ ടൈപ്പില് ഒരു പ്രത്യേക പ്രിപ്പറേഷനാന്ന് തോന്നുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ അമ്മായി ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? എന്റെ ദൈവം. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കുഞ്ഞിച്ചാച്ചൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെയും കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. കുഞ്ഞിച്ചാച്ചനെ എല്ലാവരും വീഡിയോയിൽ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്, കൃഷി വിവരങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞിച്ചാച്ചൻ വീഡിയോയിലൂടെ നൽകിയിട്ടൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നല്ല മഴ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇതേ നമ്മുടെ കാറിലേക്ക് മഴ വീഴുന്നത് കേട്ടോ. പുറത്തും നല്ല കാഴ്ചയാണ്, ഈ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക സൗന്ദര്യമാണല്ലോ. അത് ശരി. ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില്ലടിച്ചിരിക്കുകയാണ്. ദിൽഖുഷ് കഴിച്ചിട്ട് കുറെ നാളായി, പണ്ട് കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് ബണ്ണാ നല്ലത്. റെയിൻകോട്ടാ, ബാഗ് നനഞ്ഞാ പണിയാ. അപ്പൊ സീനാൻറ്റി കൊണ്ടുവന്ന ദിൽഖുഷാണ് ഞാൻ എടുത്തത്, കാരണം നോചാച്ചിക്ക് ദിൽഖുഷ് ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ദിൽഖുഷിന്റെ രുചി മറന്നുപോയതുകൊണ്ട് അതൊന്ന് ഓർമ്മിക്കാം എന്ന് കരുതിയാണ് അത് എടുത്തത്. ഞാൻ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും പുറത്തെ മനോഹരമായ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുക്കാനായിട്ട് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങും. മറ്റൊന്നുമല്ല, അവിടെ ഇത്രയും ഭംഗി വരാൻ ഒരു പ്രധാന കാര്യം അവിടെ നെൽകൃഷി ഇപ്പോഴും വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഏറ്റവും ഭംഗി. എനിക്കത് എപ്പോഴും ക്യാമറയിൽ പകർത്താൻ ഇഷ്ടമാണ്. പക്ഷെ മഴയായത് കാരണം ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. പപ്പായ നമുക്കാണ് വേണ്ട, അതല്ല അവിടെ ഒരു പപ്പായ ചെനച്ചിട്ടുണ്ട്, റെഡ് ലേഡി തന്നെ ചെറുതാ. അടുത്തൊരു മഴയും കൂടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മഴയൊക്കെ ആയത് കാരണം പിന്നെ വേഗം തന്നെ തിരികെ പോന്നു കേട്ടോ, അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ക്രിസ്മസിൻ്റെ ആ ടൈമൊക്കെ ആയത് കാരണം വേറെയും ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അധികം നേരം ഇരുന്നില്ല, കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് വേഗം തിരികെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നോക്കട്ടെ, ആ പഴുത്ത് തന്നെ ഉള്ളു. ഏത് നല്ല രസം ഉണ്ടായി കിടക്കണാണ്. എന്തോരം ആ നോക്കിയേ, കണ്ടോ എന്തോരം ഉണ്ടായി കിടക്കണേ നോക്കി, നല്ല രസം. കുരു കുരു. ആ ഇത് കിട്ടി, ഇവിടെയൊക്കെ ഉണ്ട്. നല്ല രസം, കൊറേ ഉണ്ടാവുണ്ടല്ലേ. പഴുത്തത് അത് മാത്രമേ ഉള്ളോ? ഇന്ന് നല്ല മഴ ദിവസാ.
കണ്ടോ? അതെ, കണ്ണിന് കുളിർമയുള്ള നല്ല ദൃശ്യം. മഴയായിരുന്നു ഇന്ന്, ഫുള്ള് മഴ, ഒന്നോടെ തുടക്കട്ടെ കേട്ടോ. കാലവർഷം പോലെ. ധൃതി കൂട്ടണം. ഇങ്ങനെ കാലവർഷം പോലെയുള്ള ഒരു മഴ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേക കാലാവസ്ഥ. ശരിക്കും തുലാവർഷവും അല്ല, ഒരു പ്രത്യേക സമയത്ത്. ഡിപ്രഷൻ മഴയാണ്. ദേ ഇന്നലത്തെ കാറ്റത്ത് കണ്ടോ, പാലപ്പൂവ് വീണ് കിടക്കണേ. ഇന്നലെ നല്ല കാറ്റായിരുന്നു എന്ന് അമ്മ പറഞ്ഞ്. എൻ്റെ മുറിയുടെ അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ പാലപ്പൂ വീണ് കിടക്കണ കാണാൻ നല്ല രസം. ദേ ആ മതിലയിലൊക്കെ ഉണ്ട്. അപ്പം മഴ ഒരു പ്രധാന കഥാപാത്രമായി വന്ന ഈ ഒരു കൊച്ചു വീഡിയോയും നിങ്ങളെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ നല്ല ചൂടായത് കാരണം ഇതിലെ മഴ കണ്ടപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ചെറിയ തണുപ്പെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു കുടുംബ സംഗമങ്ങളൊക്കെ എപ്പോഴും നമ്മൾക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.